विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है। विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है। बीते 11 वर्षों से केंद्र सरकार अर्बन इंफ्रास्ट्रक्चर पर बहुत निवेश कर रही है। പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വികസിത ഭാരത നിർമ്മാണത്തിനായി ഇന്ന് രാഷ്ട്രം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ നഗരങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വൻതോതിലുള്ള നിക്ഷേപമാണ് നടത്തിവരുന്നത്. सुहृदगणे, केंद्र सरकार शहर के गरीब परिवारों के लिए भी बहुत काम कर रही है। पीएम आवास योजना के तहत देश में 4 करोड़ से अधिक घर बनाकर गरीबों को दिए गए हैं। इनमें शहरी गरीबों के लिए 1 करोड़ से अधिक घर बनाए गए हैं। केरला के करीब 1.25 लाख शहरी गरीबों को भी उनका पक्का घर मिला है। പ്രിയപ്പെട്ടവരെ, നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇന്നുവരെ രാജ്യത്ത് 4 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 1 കോടിയിലധികം അടച്ചുറപ്പുള്ള വീടുകൾ കിട്ടിയത് നഗരപ്രദേശത്തെ സാധാരണ ദരിദ്രരായ മനുഷ്യർക്കാണ്. ഈ പദ്ധതി മൂലം കേരളത്തിൽ 25 ലക്ഷം നഗരവാസികൾക്കാണ് ഉറപ്പുള്ള വീടുകൾ കിട്ടിയത്. सुहृदगणे, गरीब परिवारों का बिजली का बिल बचे, इसके लिए पीएम सूर्यघर मुफ्त बिजली योजना शुरू की गई है। गरीबों को आयुष्मान भारत से 5 लाख रुपए का फ्री हेल्थ ट्रीटमेंट मिल रहा है। नारी शक्ति की स्वास्थ्य सुरक्षा के लिए मातृ वंदना योजना जैसी स्कीम बनाई गई है। केंद्र सरकार ने 12 लाख रुपए तक की इनकम उसको टैक्स फ्री कर दिया है। इसका बहुत बड़ा फायदा केरला के लोगों को भी हुआ है, विशेष करके मध्यम वर्ग को हुआ है, सैलरी क्लास को हुआ है। പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ വലിയ വൈദ്യുതി നിരക്കിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി സൗജന്യ വൈദ്യുത പദ്ധതിയായ PM സൂര്യഘർ യോജന രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായ നാരീശക്തിയുടെ, സ്ത്രീ ശക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മാതൃവന്ദന പോലെയുള്ള വിവിധ പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു പ്രയോജനം കേരളത്തിനും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ശമ്പളക്കാരായ, മധ്യവർഗക്കാരായ സാധാരണ മനുഷ്യർക്ക് ഇതിന്റെ പ്രയോജനം ഇന്ന് കിട്ടുന്നുണ്ട്.